ഇന്ന് വൈകുന്നേരം ഇന്നലത്തെ അതേ 3G അവസ്ഥ തന്നെയായിരുന്നു. ഇന്നലത്തെ വൈകുന്നേരം എങ്ങനെയാണോ അത് തന്നെയാ ഇന്നത്തെ വൈകുന്നേരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതും പോരാണ്ട് കറണ്ട് ആണെങ്കിൽ വരും പോവും പോവും വരും അങ്ങനെ കളിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ സ്കൂൾ വിട്ട് വന്ന പാടെ ഡ്രസ്സ് മാറ്റാറൊന്നുമില്ല. പിന്നെ കുളിക്കാൻ പോകുമ്പോഴാണ് ഞാൻ മാറ്റാറുള്ളത്. ഈ കിടക്ക കാണുമ്പോൾ കിടക്കാനും തോന്നുന്നു, എന്നാൽ പിന്നെ പരീക്ഷനെ പറ്റി ആലോചിക്കുമ്പോൾ ഉറക്കം വരുന്നുമില്ല. പക്ഷെ അത്തരം ചിന്തകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ കുറച്ചേരം കടന്നു. പിന്നെ എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയോണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് നുഴഞ്ഞു കയറി. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് മുട്ടയിൽ പഴം മുറിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഇല്ലേ, അതാണ്. അച്ഛൻ നാട്ടിലുള്ള സമയത്ത് ഈ സാധനത്തിന്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വെർഷൻ അച്ഛൻ ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ മാമിയും ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് വേർഷനാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 3 മുട്ട പൊട്ടി ചേർത്ത് ഒഴിച്ചു, പിന്നെ കുറച്ച് ഡയബറ്റീസ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുത്തു, എന്നിട്ട് പോലും അതിന് മധുരം ഇല്ല. എടുത്ത പാത്രത്തിന്റെ സൈസ് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഇളക്കാനേ പറ്റുന്നുണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് പഴം. ഇത് അതിരിക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ച പഴമായിരുന്നു, ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്നത്. ഇനിയിപ്പം നമ്മൾ ആക്കുന്നതിന് കുറച്ച് വീതം കൊടുത്താൽ മതിയാവുമായിരിക്കും. ഇനി നമുക്ക് ഇനി ഒന്ന് കണ്ടിച്ചു കൊടുക്കാം. അത് വെറുതെ ഒരു ഇതിന് പറഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് കുറച്ചുകൂടെ മാനിയായിട്ട് അത് മുറിച്ചു കൊടുക്കാം. ഞാൻ മുറിക്കുന്നത് ഒരു വല്ലാത്ത രീതിക്കും, പിന്നെ ഞാൻ മുറിക്കുന്നത് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്കല്ല ഇൻഡക്ഷൻ കുക്ക് ടോപ്പിന്റെ മേലേക്ക് പാൻ എടുത്ത് ഇനി നമുക്ക് നമ്മുടെ കലക്കി വെച്ച മുട്ട ഇതിനകത്തേക്ക് പാർന്നു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാത്തോണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്ത് ആ പഴവും മുട്ടയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ടതായിരുന്നു. ഇടക്ക് വെച്ചിട്ട് ഞാൻ ആ പാത്രം ഒന്ന് അടച്ചു വെച്ചു. അവിടെ തീർന്നടാ എന്റെ എല്ലാം. എനിക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉപയോഗിച്ചിട്ട് അത്ര ശീലമില്ല, അതിന്റേതാണ് ഇപ്പൊ സംഭവിച്ചത്. ഈ മേലഭാഗം ഇങ്ങനെ വേവാത്താണ്ട് ഞാൻ വിചാരിച്ചു അടിയിലും വന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് അടിഭാഗം ഒക്കെ അച്ചക്കാമ ഡെസേർട്ട് പോലെ. കണ്ടോ, നല്ല കരിഞ്ഞു മൊരിഞ്ഞിരിക്കുന്ന നമ്മുടെ കരിമ്പട കുട്ടന്മാരെ. ഈ കരിഞ്ഞ ഭാഗമൊക്കെ അങ്ങ് നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ ഒക്കെയാണ്. അത് ഗംഭീരമായ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എന്റെ വിശപ്പിനൊരു ശമനമായിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോഴും ഓർത്തേ ഇതുപോലെ കുറച്ച് വസ്തുക്കൾ നമ്മൾ മൂലക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ കഴുകല്ലേ? അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നാളെ പരീക്ഷയാണല്ലോ എന്നുള്ളൊരു വിചാരം എന്റെ മനസ്സിലേക്ക് വന്നത്. സോ നമുക്ക് ഇനിപ്പോയിരുന്ന് 2 അക്ഷരം പഠിക്കാം. ആ ചോന്ന മൂടിയുള്ള പാട്ടയിൽ എന്താണെന്ന് നമ്മൾ കറിയിലെല്ലാം എടുക്കുന്ന ആ പുളിയില്ലേ, അത് പഞ്ചസാരയുടെ കൂടെ ഇട്ട് കുലുക്കിയിട്ട് വെച്ചതാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ഇത് ഓഫാക്കാൻ മറന്നതല്ല, ഇത് ഓഫാക്കാത്തത് തന്നെ. അപ്പോൾ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ എവിടെ ഉള്ളത് ഓർമ്മ വേണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.